തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആരുടെ കൂടെയാണ് ഇത്തവണ നിൽക്കുന്നത് സംശയമാണ്. എന്തായാലും ആറ്റിങ്ങലിലെ വോട്ടർമാരോട് ഞങ്ങൾ അഭിപ്രായം തേടുകയാണ്. വിജയസാധ്യത എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു മേജോടി തന്നെ വന്നിട്ടുള്ളത് ആർക്കാണ്? സമ്പത്തല്ല, UDFിൻ്റെ അടൂർ പ്രകാശ് നല്ലൊരു ജോഡിയാണ്. പിന്നെ സമ്പത്ത് വല്ലപ്പോഴൊക്കെ ഇവിടെ വരും, വല്ലപ്പോഴൊക്കെ അല്ല, ഇപ്പോൾ വന്നിട്ട് വേ ഉള്ളൂ ഒരു ദിവസം. അത്ര തന്നെ ഒരു ബസ്സായിട്ട് ഇവിടെ വാങ്ങിച്ചു വിട്ടെന്ന് പറയണം. നമ്മൾ കാണുക ഇല്ല അദ്ദേഹത്തിന്. പിന്നെ ഓരോ മണ്ഡലത്തിലെ കണക്ക് നമുക്കറിയില്ല, ഓരോ എങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം. BJP രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് BJP ജയിക്കൊന്നുമില്ല. BJP ഇവിടെ UDF അവരെ ചായ്വ് പറയും. സമ്പത്ത് എന്ന് പറയുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള 3 തവണ കൊണ്ട് ഇവിടെ ജയിക്കുകയാണ്. അനിരുദ്ധൻ്റെ മോനാണ്. അനിരുദ്ധമായിരുന്നു ഇവിടുത്തെ CITUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. സമ്പത്ത് ഇവിടെ 5 വർഷം കൂടുമ്പോൾ ഒരു ദിവസം ഈ റോട്ടേ വരും. വല്ല ഉദ്ഘാടനത്തിന് വണ്ടിയിൽ വരണമെങ്കിൽ സ്റ്റേജ് കടയിൽ ഇറങ്ങും. സമ്പത്ത് ഇവിടെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് പോസ്റ്റ്? ജംഗ്ഷനിലുള്ള. പിന്നെ ഒരു ആംബുലൻസ് തൊളിക്കോട് ആശുപത്രിക്ക് കൊടുത്തിട്ടുണ്ട്. തൊളിക്കോട് സ്കൂളിന് ഒരു ബസ് കൊടുത്തിട്ടുണ്ട്. അതേ നമ്മുടെ അറിവിലുള്ള വികസനമുള്ളൂ. മനസ്സിലായ? LDF അവൻ്റെ ചായ്വ് പറയും, UDF അവൻ്റെ ചായ്വ് പറയും. പിന്നെ വിജയസാധ്യത ആർക്കെന്ന് അറിയാൻ പറ്റില്ല, അത് ജനങ്ങളായില്ലിരിക്കുന്നു. ഓക്കെ, എൻ്റെ അടിസ്ഥാനത്തിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ല, എല്ലാം ഒരുപോലെ തന്നെ രാഷ്ട്രീയക്കാരന്മാർ. ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. തൊഴിൽ വകുപ്പ്, ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്, തൊഴിലാളികളാണ്. അത് LDF വന്നാലും UDF വന്നാലും ഞങ്ങൾ ഈ വെയിലത്ത് കിടന്ന് അധ്വാനിക്കണം. അല്ലാതെ ഞങ്ങളെ വീട്ടിലാരും കൂമ്പാരം പച്ചക്കറി ഒന്നും ചെയ്ത് യുവന്മാർ ജയിച്ചു പോയാൽ 1.25 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് അവർ ശമ്പളവും വാങ്ങിച്ച് അവർ പോകും. മനസ്സിലായില്ലേ? അക്രമ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? അക്രമ രാഷ്ട്രീയം ഇപ്പോൾ ജനാധിപത്യം അവരെ കയ്യിലല്ലേ പറഞ്ഞ LDF അല്ലേ കേരളം ഭരിക്കുന്ന. പിന്നെ അവർക്ക് അക്രമം കാണിക്കാൻ അറിഞ്ഞുകൂടാതിരിക്കും, അവർക്കറിയാം. മനസ്സിലായില്ലേ? അദ്ദേഹം CITUവിൻ്റെ ആളാണ്, കൺവീനർ. അദ്ദേഹത്തിൻ്റെ അനുകൂലം. ഞാൻ STU കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് വരണമെന്നാണ് കാര്യം. ഏറ്റവും കൂടിയ ഏറ്റവും നല്ല പാർലമെന്ററിയനായി അവാർഡ് കിട്ടിയത് പിന്നെ സമ്പത്തിനാണ്. ആ സമ്പത്ത് വരണമെന്ന് ആഗ്രഹമാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് വികസനം നടത്തിയത് സമ്പത്താണ്. ഒരു പൈസ പോലും ലാപ്സാക്കാത്ത ഈ 5 വർഷം 3 തവണ വരെയും ഒരു പൈസ പോലും ലാപ്സാക്കാത്ത ഒരു MP എന്ന് പറയുന്ന സമ്പത്താണ്. 545 MPമാരിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഏത് വികസനവും ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ ഞാൻ പറഞ്ഞല്ലോ.